അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഹദീസ് ക്ലാസ് 3260. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് ചില ആളുകളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഹദീസിൽ പരാമർശിക്കുന്ന ലക്ഷണങ്ങളുള്ളവരെ നമ്മൾ വിശ്വസിക്കരുത്, അവരെ ചേർത്ത് പിടിച്ച് കാര്യങ്ങൾ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഭാഗവാക്കാകാതെ നമുക്ക് മാറ്റി നിർത്തേണ്ട ആളുകളെ നമുക്ക് തന്നെ കണ്ടെത്താം. അവരെ നന്നാക്കണ്ട എന്നല്ല, മറിച്ച് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത്തരം ആളുകൾ ആരാണ്. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, നിശ്ചയം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖിന്റെ ലക്ഷണങ്ങൾ, അടയാളം 3 എണ്ണമാണ്. ഇദാ ഹദ്ദസ കദബ, അവൻ സംസാരിച്ച കളവ് പറയും, സംസാരിക്കാൻ തുടങ്ങിയ കളവെ പറയും, അതെന്താ മനുഷ്യൻ. ഇദാ വഅദ അഖ്ലഫ, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും, ഒരു വാക്കും അവൻ പാലിക്കില്ല. അല്ലെങ്കിൽ അവൻ വാഗ്ദാനം ചെയ്തതിൽ ബഹുഭൂരിഭാഗവും അവൻ പാലിക്കാതെ വിടാറാണ് പതിവ്. ഇദാ തുമിന ഖാന, വിശ്വസിക്കപ്പെട്ടാൽ അവന് വഞ്ചിക്കും, വിശ്വസിച്ച് അവനെ വല്ലത് ഏൽപ്പിച്ചാൽ അവനോട് വഞ്ചന നടത്തും, അത് ചെയ്യില്ല. പലപ്പോഴും അവനെ വിശ്വസിച്ചുകൊണ്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അവൻ നമ്മെ വഞ്ചിക്കും. വിശ്വസിച്ചുകൊണ്ടൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ബോധ്യപ്പെട്ട ആളുകൾ, അത്തരം ലക്ഷണങ്ങളുള്ള ആളുകൾ, പിന്നെ നമ്മൾ എന്ത് തുടങ്ങുമ്പോഴും എന്ത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അവരെ ഒന്ന് സൂക്ഷിക്കണം. കാരണം അവർ നിഫാഖ് ഉള്ളവരാണ്, മുനാഫിക്കുകളാണ്. ഖൽബിനുള്ളിൽ നിഫാഖ്, കുഫർ ഒളിപ്പിച്ച് വെച്ചവരാണ്. അഥവാ ഉള്ളിലുള്ളതല്ല അവർ പുറത്ത് പറയുന്നതും കാണിക്കുന്നതും. അതുകൊണ്ട് നമ്മുടെ സംരംഭങ്ങളെയും അത് ബാധിക്കും, നമ്മുടെ പ്രവർത്തനങ്ങളെയും, നമ്മൾ വളരെ വിശ്വാസത്തോടെ കാത്തു സൂക്ഷിക്കുന്ന പല രഹസ്യങ്ങളെയും അത് ബാധിക്കും. അതുകൊണ്ട് അത്തരം ആളുകളെ സൂക്ഷിക്കണം, അവരോട് രഹസ്യം പറയുന്നത് പ്രത്യേകം സൂക്ഷിക്കണം. അല്ലാഹു തആല അത്തരത്തിൽ സൂക്ഷിക്കേണ്ടവരെ സൂക്ഷിക്കാനും വിശ്വസിക്കേണ്ടവരെ വിശ്വസിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.